രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഇന്ന് രാവിലെ ആരെയാണാവോ കണി കണ്ടത്? കൊച്ചളിയാ, ഡോഗ് ഹൗസ് വളരെ നന്നായിട്ടുണ്ടല്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ എന്തിനാണ് ഡോഗ് ഹൗസ് ഉണ്ടാക്കുന്നത്? ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ നിനക്ക് AC വെച്ച് തരാം. AC വെച്ചാ പിന്നെ ഇവനെ ഇവിടെ പോയി കിടക്കും. എടാ AC എയർ കണ്ടീഷൻ വെക്കുമെന്നാ പറഞ്ഞത്. സംശയമുണ്ടോ? ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നു സുഹൃത്തെ, നിനക്ക് കിടക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നേ? ഇവൻ ഇതിനകത്ത് കിടക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് ഉണ്ടാക്കുന്നത്? സ്റ്റേറ്റസിന് വേണ്ടിയാണ് ഹണി. വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ ഔട്ട് ഹൗസും ഡോഗ് ഹൗസും ഉണ്ടാകും. സംശയമുണ്ടോ? വേഗം വാ, പെട്ടെന്ന് നമുക്ക് പണിയെടുത്ത് ഇത് പൂർത്തിയാക്കാം. ഹണി, നിനക്ക് ഒരു പണിയും നേരെ ചെയ്യാൻ അറിയില്ലേ? അറിയാം, ബ്രെഡില് ബട്ടർ തേക്കാൻ നന്നായിട്ട് എനിക്ക് അറിയാം. അടിപൊളി വീടുണ്ടാക്കിയല്ലേ, ഞങ്ങൾ ഇനി ഇവിടെ തന്നെ തങ്ങിക്കോളാം. ഇവരുടെ ആഗ്രഹം എന്തായാലും വല്ലാത്ത ആഗ്രഹം തന്നെയാണ്. മാളത്തിൽ കിടന്ന് ഉറങ്ങേണ്ടവർ ഇപ്പോൾ വീട് ചോദിക്കുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, ആദ്യം കാര്യം മനസ്സിലാക്ക്. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ മാളത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. അതെന്താ? അവിടെ ഒരു തവളച്ചാട്ടം ഫാമിലി ആയിട്ട് താമസിക്കാൻ വന്നിരിക്കാന്നേ. അറിഞ്ഞോ നിങ്ങള്? ഞങ്ങളെ മണ്ടന്മാരാക്കണ്ട. തവള വന്നോണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഭയങ്കര പ്രശ്നമാന്നേ. അവരാണെങ്കിൽ വീട് വെച്ച് അവിടെ താമസം തുടങ്ങിയിരിക്കുകയാണെന്നേ. അത് ശരി, അപ്പൊ നിനക്ക് കോംപ്ലക്സ് ആയിരിക്കുകയാണല്ലേ? ഡോഗ് ഹൗസിന്റെ അടുത്ത് താമസിക്കാൻ നിനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഇപ്പൊ ഡോഗ് ഹൗസിലേക്ക് വന്നിരിക്കുക. അയ്യോ അല്ല, അവരവിടെ ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുക. ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയാ. അന്യായനാറ്റം. അവനോട് വൃത്തികേടാക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. സംശയമുണ്ടോ? പറയാനൊക്കെ നോക്കി. അതിനുവേണ്ടി ഞാനും എന്റെ കൂട്ടുകാരും ഒക്കെ കൂടി അങ്ങോട്ടൊന്ന് പോയതായിരുന്നു. എന്റെ ചേട്ടാ, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? ഒന്ന് പുറത്തോട്ട് വാ. നിങ്ങളിത് കേൾക്കുന്നില്ലേ? ആരാടാ എന്റെ അടുത്ത് ശബ്ദമുയർത്തി സംസാരിക്കുന്നത്? എന്നോട് ശബ്ദമുയർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയാള് വലിയ ഗുണ്ടയാന്നേ. അടുത്തുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ അയാളുടെ ശല്യം സഹിക്കാതെ നാട് വിട്ട് ഓടുക. അവര് ഗുണ്ടയാണെങ്കിൽ നമുക്കെന്താ? അതെ, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു വൃത്തികേട് നടക്കില്ല. വേഗം വാ, അയാളോട് പറഞ്ഞു മനസ്സിലാക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. മനസ്സിലായല്ലോ? അങ്ങേരുടെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോ ഇവര് നമ്മൾ ഇവിടെ തന്നെ താമസിപ്പിക്കും. എന്തൊരു നാറ്റമായത്! എന്റെ കാതിലെ കാഴ്ച തന്നെ പോകുന്നു തോന്നുന്നു. എടാ, കാഴ്ച കാതിലല്ല കണ്ണിലാണുള്ളത്. ആ, ഏതാണെങ്കിലും ശരി, എന്തായാലും എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്തുമാത്രം നാറ്റമാണ് ഇവിടെ. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വാ. എടാ പോപ്പട്ടാണ്, എന്നെ കുറിച്ച് നിനക്കറിയില്ല. മര്യാദക്ക് പുറത്ത് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇന്നെന്താ ഹോളിയാണോ? അല്ല, ഇന്ന് ദീപാവലിയാ. അകത്തോട്ട് ചെന്നാലേ പടക്കം പൊട്ടിച്ച് കാണിച്ചു തരും. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് നമ്മൾ വന്നത്. പക്ഷെ ഇയാൾ കാണിക്കുന്നത് കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. സംശയമുണ്ടോ? ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. അല്ല, നീ എന്താ അകത്തേക്ക് പോകുന്നില്ലേ? എനിക്ക് വട്ടുപിടിച്ച നായുമായിട്ട് കടികൂടാൻ വയ്യ.
തെറ്റിദ്ധരിക്കരുതേ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു പോയതാ. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം. അതല്ലേ നല്ലത്? കൊള്ളാം, നമ്മളെ എല്ലാവരും ഇപ്പൊ കാണാൻ ഒരുപോലെ ഉണ്ട്. ആരാ നിങ്ങള് എന്റെ കുട്ടികളുടെ സ്വിമ്മിംഗ് പൂൾ വന്ന് വൃത്തികേടാക്കുന്നത്? പൊതക്കെന്ന് പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് അകത്തേക്ക് വന്നത്? പൊതക്കെന്ന് പൊതക്കെന്ന് വന്നതല്ല, പതുക്കെ പതുക്കെ ഞങ്ങൾ വന്നത്. നിങ്ങൾക്കൊക്കെ ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ അകത്തേക്ക് കയറി വന്നത്? അതെ, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എങ്കി ഇങ്ങോട്ട് വാ. പൊതക്കെന്ന് ആ മണ്ടൻ പൊതക്കെന്ന് എന്തെങ്കിലും വിളിച്ചു പറയും. അത് കാരണം പൊതക്കെന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. സംശയമുണ്ടോ? പറഞ്ഞോ, എന്താണ് പറയേണ്ടത്? നിന്റെ നാറ്റം കാരണം ഈ ഏരിയ തന്നെ നശിച്ചിരിക്കുക. വൃത്തിയായിട്ടാണെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോളണം. ഞാൻ പറയുന്നത് ഇവിടെ ആരും കേൾക്കുകയില്ല. നമ്മൾ എത്ര വലിയ വീടാണ് വെച്ചത്, എന്നിട്ട് ഇവിടുന്ന് പോകാൻ പറയുകയാണോ? എന്റെ ഭാര്യയെ നിങ്ങൾ കരയിച്ചിരിക്കുന്നു. പൊതക്കെന്ന് ഞാൻ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഇന്ന് രാവിലെ ആരെയാണാവോ കണി കണ്ടത്? ഇയാളെ എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. കുട്ടികളെ, ഇത്രയും അധികം തവളകളോ? കുട്ടികളെ, വേഗം ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ. വരൂ കൂട്ടുകാരെ. ഞാൻ പറയുന്നത് ഇവിടെ ആരും തന്നെ കേൾക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ രക്ഷിച്ചതിന് ആദ്യം അവരോട് നന്ദി പറയണം. ഇന്ന് രക്ഷപ്പെടുത്തി, പക്ഷെ അടുത്ത പ്രാവശ്യം എന്താകും? ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പാമ്പ് വരും. സംശയമുണ്ടോ? ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് താമസിക്കാൻ തനിക്ക് നാണമില്ലേ? ഞാൻ പറയുന്നത് ഇവിടെ ആരും തന്നെ കേൾക്കുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീട് വൃത്തിയാക്കി വെക്കണമെന്ന്. അദ്ദേഹത്തിന് മോൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇനി ഇദ്ദേഹം വൃത്തിയായിട്ട് ഇരുന്നോളും. അതെ, ഇവിടെ വൃത്തിഹീനമായിരുന്നത് കൊണ്ടാണ് എന്റെ കൊച്ചു കുട്ടികളുടെ ജീവന് തന്നെ ആപത്തായത്. ഞാൻ ഇന്ന് തന്നെ ഇവിടെ മുഴുവൻ വൃത്തിയാക്കും. പൊതക്കെന്ന് പൊതക്കെന്ന് പറഞ്ഞ് ചെയ്യുമ്പോ സമയം എടുക്കും. പടപടയെന്ന് ചെയ്യേ, അതാ നല്ലത്. മനസ്സിലായോ?